ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവളെവിടെ? അവള് കുറച്ചു നേരമായി പൂജാമുറിയിൽ ഇരിക്ക. എന്താ പിന്നെ ഞാനൊന്ന് കണ്ടിട്ട് വരാം. നീ അവിടെ ഇരുന്ന് കഴിച്ചു തീർക്ക്. അവളിവിടെ തന്നെ ഉണ്ടല്ലോ. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം. എന്തായാലും എന്റെ മോളുണ്ടാക്കിയതല്ലേ, മതി മറന്നങ്ങ് കഴിച്ചേക്കാം. മുത്തശ്ശി രാധിക ഒന്ന് വിളിക്കൂ. എന്റെ പൊന്നു മുത്തശ്ശി ഒന്ന് വിളിക്കുക അയാളെ. എന്നിട്ട് അയാളൊന്ന് സമാധാനിപ്പിക്കേ. പാവം ചിലപ്പോ ഒന്നും കഴിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അവിടെ ഇപ്പൊ എന്താ അവസ്ഥയെന്ന് അറിഞ്ഞൂടല്ലോ. എന്തായാലും രാധിക ഇവിടുന്ന് ഇറക്കി വിട്ടിട്ട് പ്രിയങ്ക വെറുതെ ഇരിക്കില്ല. പ്രിയങ്ക ഒന്ന് പറഞ്ഞാല് അത് 100 ആക്കുന്ന ഒരാളാ അവിടെ ഉണ്ട്, അവളുടെ മുത്തശ്ശി. എന്താ ഏതാന്നറിയാതെ നമ്മൾ വിളിച്ച് പ്രശ്നം ആക്കണ്ട. പിന്നെ എങ്ങനെ ഞാൻ അയാളുടെ കാര്യമൊന്നും അറിയുന്നേ? മിക്കവാറും കുറച്ചു കഴിഞ്ഞ പിന്നെ ഞാൻ ആറ്റുവശ്ശേരിയിലേക്ക് പോകും. എനിക്ക് അയാളൊന്ന് കാണണം മുത്തശ്ശി. അയാളോടൊന്ന് സമാധാനമായിട്ടിരിക്കാനെങ്കിലും പറയണം. ഇപ്പൊ ഒന്നും ചെയ്യണ്ട, അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നാ മതി. ഇതെന്താ രണ്ടുപേരും ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ? ഡാ വാ. എനിക്ക് വേണ്ട. ദേ അമ്മയും വേണ്ടാന്ന് വെച്ചിരിക്കണോ? എനിക്കിപ്പൊ വിശപ്പില്ല. വിശപ്പ് വരുമ്പോ ഞാൻ വന്ന് കഴിച്ചോളാം. കൊള്ളാം. രണ്ടാളും കൂടി പുതിയ സമരമെല്ലാം തുടങ്ങാണോ? പത്മിനി, ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇപ്പൊ ഭക്ഷണം വേണ്ടാന്നല്ലേ പറഞ്ഞുള്ളൂ. നീ എന്തിനാ വെറുതെ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കുന്നത്? നീ നിന്റെ പാട്ടിനു പോ. അമ്മേ, ഇത്രയൊക്കെ ഈ കുടുംബത്തിൽ സംഭവിച്ചതേ അമ്മ ഉണ്ടാക്കി കൊടുത്തതാണല്ല. ഇനിയും അമ്മ അവനെ വിളിച്ചിരുത്തി ഉപദേശിക്കാണോ? മുത്തശ്ശി എന്നെ ഉപദേശിച്ചാൽ അമ്മയ്ക്ക് എന്താ കുഴപ്പം? കാര്യങ്ങൾ അറിയാതെ അമ്മ ഉപദേശിക്കാൻ നിൽക്കുന്നതിനേക്കാളും നല്ലത് മുത്തശ്ശിയുടെ ഉപദേശങ്ങൾ തന്നെയാ. അമ്മ ഒന്ന് പോകുന്നുണ്ടോ? ദേ ഞാൻ പൊയ്ക്കോളാം. അച്ഛൻ ഭക്ഷണം കഴിക്കാൻ കാത്തിരിക്കുന്നുണ്ട്, അതുകൊണ്ട് അന്വേഷിച്ചു വന്നുവെന്നേ ഉള്ളൂ. അമ്മയോട് ദേഷ്യപ്പെടുകയൊന്നും വേണ്ടടാ. കാര്യങ്ങളുടെ സത്യസ്ഥിതി അറിയാണ്ടിരിക്കുമ്പോ അവക്ക് ഇങ്ങനെയല്ലേ പെരുമാറാൻ പറ്റൂ? ഞാൻ ആ അമ്മയുടെ മോൻ തന്നെയല്ലേ. എന്റെ അടുത്ത് വന്നൊന്ന് ഇരുന്നുകൂടെ? എന്നിട്ടൊന്ന് ചോദിച്ചുകൂടെ? എന്നെ ഒന്ന് സമാധാനിപ്പിച്ചുകൂടെ? പോട്ടടാ, വിട്ടുകളഞ്ഞേക്ക്.